നമസ്കാരം. നമസ്തേ. ഈ മാസം ഏകദേശം 5ഓളം യുദ്ധക്കപ്പലുകൾ ഇന്ത്യ രംഗത്തിറക്കി എന്ന് പറയുന്നുണ്ട്. അപ്പം ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നറിയില്ല. അതിൽ തന്നെ പിന്നീട് പ്രൊജക്റ്റ് 75, 76, 77 എന്നുള്ള പലതരത്തിലും കാറ്റഗറികളിൽ പുറത്തു വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു മുന്നേറ്റവുമായി ബന്ധപ്പെട്ട് നമുക്ക് അമേരിക്കയായിട്ട് എങ്ങനെ താരതമ്യം ചെയ്യാൻ പറ്റും? ശരിയാണ്. ഈ മാസം ഇന്ത്യ 5 യുദ്ധക്കപ്പലുകൾ ഇന്ത്യൻ നേവിയുടെ ഭാഗമാക്കുകയാണ്. ഇൻഡക്ഷൻ നടക്കുകയാണ്. പ്രോജക്റ്റ് 17A ഭാഗമായിട്ടുള്ള 2 സ്റ്റെൽത്ത് ഫ്രിഗേറ്റ്, അതായത് റഡാറുകളുടെ കണ്ണിൽ പെടാത്ത തരത്തിലുള്ള 2 സ്റ്റെൽത്ത് ഫ്രിഗേറ്റുകൾ, INS ദുനാഗിരി, INS മഹേന്ദ്രഗിരി, ഇത് 2 എണ്ണം. അതുകൂടാതെ 2 ഷാലോ വാട്ടർ ആൻറ്റി സബ്മറൈൻ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ തീരപ്രദേശത്തിനോട് അടുത്തുള്ള സമുദ്രത്തിൻ്റെ ഭാഗങ്ങളിൽ പലപ്പോഴും ശത്രുവിൻ്റെ മുങ്ങിക്കപ്പലുകൾ, അന്തർവാഹിനികൾ വന്നു കിടന്നിട്ട് നമ്മുടെ തുറമുഖങ്ങളെയും നമ്മുടെ വൈറ്റൽ, അതായത് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെയും ഒക്കെ ആക്രമിക്കാനുള്ള സാധ്യതയും വലിയ ഫ്രിഗേറ്റുകൾക്കും വലിയ അതുപോലെ തന്നെ ഡിസ്ട്രോയറുകൾക്കുമൊന്നും ഈ ആഴം കുറഞ്ഞ ഭാഗത്തിലൂടെ സഞ്ചരിക്കാൻ പറ്റില്ല. പക്ഷേ അന്തർവാഹിനികൾക്ക് പറ്റും. അപ്പോൾ ഇത്തരം ഭാഗത്ത് അന്തർവാഹിനികളെ കണ്ടെത്തണമെങ്കിൽ ഷാലോ വാട്ടർ ആൻറ്റി സബ്മറൈൻ വാർഫെയർ ക്രാഫ്റ്റുകൾ തന്നെ വേണം. അപ്പോൾ അത്തരം 2 കപ്പലുകൾ ആണ് ഈ 5 എണ്ണമെന്ന് ഞാൻ പറഞ്ഞതിൽ 2 എണ്ണം സ്റ്റെൽത്ത് ഫ്രിഗേറ്റ് ആണ്, 2 എണ്ണം ഷാലോ വാട്ടർ ആൻറ്റി സബ്മറൈൻ വാർഫെയർ ക്രാഫ്റ്റ് ആണ്. ഇനി 1 എണ്ണം റിസർച്ച് വെഹിക്കിളാണ്. അത് സമുദ്രത്തിൻ്റെ അടിത്തട്ട് സ്കാൻ ചെയ്യുകയും ആഴം, അതുപോലെ തന്നെ ഈ കടലിൻ്റെ പ്രവാഹം, അതിൻ്റെ വേഗത, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ, സമുദ്രത്തിൻ്റെ പ്രത്യേകതകൾ മുഴുവൻ അത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. ഇതിന് മിലിറ്ററി പർപ്പസും ഉണ്ട്, അതല്ലാതെ ഇക്കണോമിക് പർപ്പസും ഉണ്ട്. അതൊരു മൾട്ടി പർപ്പസ് വെഹിക്കിളാണ്. അങ്ങനെ 5 കപ്പലുകൾ ഈ മാസം ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഒരു മാസം ഒരു യുദ്ധക്കപ്പൽ ഇന്ത്യ ഇൻഡക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്ക് ഇപ്പോഴുള്ളത് ഏതാണ്ട് ഇന്ത്യൻ നേവിയുടെ കൈവശമുള്ളത് മൊത്തം 200 വെസലുകളാണ്, 200 കപ്പലുകളാണ്. അതിൽ 140 എണ്ണം വാർഷിപ്പ് എന്ന് പറയുന്ന 140 തൊട്ട് 150 വരെ, കൃത്യമായിട്ട് സർക്കാർ തന്നെ കണക്ക് പുറത്തു വിട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ സംസാരിച്ചത്. 140 എണ്ണം ശരിക്കും യുദ്ധക്കപ്പലുകളാണ്. ബാക്കി സപ്പോർട്ട് വെഹിക്കിൾസ് ആണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ ഇപ്പം റഡാർ ഘടിപ്പിച്ച റിസർച്ച് വെഹിക്കിൾ കാണും, അതുപോലെ മറ്റ് പല രീതിയിലുള്ള സപ്പോർട്ട് വെഹിക്കിൾ കാണും. ഇതിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള വലിയ, അതായത് 2035 ആകുമ്പോഴേക്കും ഈ 140 യുദ്ധക്കപ്പലുകൾ എന്നുള്ളത് 200 ആക്കി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ഇപ്പോൾ ലോകത്തിലെ മറ്റു രാജ്യങ്ങളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ നാവിക ശക്തിയായിട്ട് നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ചൈന മാറിക്കഴിഞ്ഞു. അങ്ങനെ ഞാൻ പറയാനുള്ള അർത്ഥം ടണ്ണേജ് എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് നമ്പർ ഓഫ് കപ്പലുകളും വലിപ്പമുള്ള കപ്പലുകൾ. അപ്പോൾ ഇതിൻ്റെ മൊത്തം ഭാരം അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു കണക്കാണ്. ആ ടണ്ണേജിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയെ ചൈന മറികടന്നു. ചൈനയാണ് നാവിക ശക്തിയിൽ ഇന്ന് ലോകത്തിൽ നമ്പർ 1. 2ാം സ്ഥാനത്ത് അമേരിക്ക, 3ാം സ്ഥാനത്ത് റഷ്യ, 4ാം സ്ഥാനത്ത് ഇന്ത്യ. ഇങ്ങനെയാണ് ഇത് ഈ ഒരു പൊസിഷൻ. ഇപ്പോൾ ഇന്ത്യ ലക്ഷ്യമിടുന്നത് 3ാം സ്ഥാനത്തുള്ള റഷ്യയെ പിന്തള്ളി 3ാം സ്ഥാനത്തേക്ക് എത്തുക എന്നുള്ളതാണ് ആദ്യപടിയായിട്ട്. ഇപ്പോൾ അമേരിക്കയെ പോലെ ലോകത്തെമ്പാടും പോയിട്ട് യുദ്ധം ചെയ്യണമെന്ന് ഇന്ത്യ തൽക്കാലം ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇന്ത്യൻ മഹാസമുദ്രം, അത് അറേബ്യൻ കടലും ബംഗാൾ ഉൾക്കടലും ഉൾപ്പെടുന്ന ഇന്ത്യൻ മഹാസമുദ്രം, അതുപോലെ ചൈനയുടെ ഒക്കെ തീരത്തുള്ള ഇൻഡോ പസഫിക്, ഈ പ്രദേശങ്ങളിൽ അങ്ങ് മെഡിറ്ററേനിയൻ, അതുപോലെ ആഫ്രിക്കയുടെ കിഴക്കൻ തീരം, ഇവിടെയൊക്കെ കൃത്യമായ ഒരു സൈനിക ശക്തിയായിട്ട്, ഗൾഫ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ കവർ ചെയ്യാനായിട്ടുള്ള ഒരു വലിയ സൈനിക ശക്തിയായിട്ട് ഇന്ത്യ ഇപ്പോൾ തന്നെ മാറിയിരിക്കുകയാണ്. അത് കുറച്ചുകൂടി അരക്കിട്ടുറപ്പിക്കുക എന്നുള്ള ഒരു തന്ത്രം ഇന്ത്യക്കുണ്ട്. ഇപ്പോൾ എന്നോട് ഫൗസ് ചോദിച്ച പ്രോജക്റ്റ് 75, 76, 77 എന്ന 3 പ്രോജക്റ്റുകൾ, ഈ യുദ്ധക്കപ്പലുകൾ എന്ന് പറയുമ്പോൾ മുഖ്യമായിട്ടും ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ ഡിസ്ട്രോയറാണ്. അതിന് താഴെ ഫ്രിഗേറ്റുകളുണ്ട്,
അതിൽ കുറച്ചുകൂടെ ചെറുതാണ് കോർവെറ്റുകൾ. അങ്ങനെ 3 ക്ലാസ്സിൽപ്പെട്ട യുദ്ധക്കപ്പലുകളുടെ കാര്യത്തിൽ ഇന്ത്യ ഇപ്പോൾ തന്നെ ചൈനയോടും അമേരിക്കയോടും ഒക്കെ മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള അത്യാധുനിക ടെക്നോളജി ഇന്ത്യക്കുമുണ്ട്. സ്റ്റെൽത്ത്, ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ, ഗൈഡഡ് ഫ്രിഗേറ്റുകൾ, ഇതെല്ലാം തന്നെ ഇന്ത്യക്കുമുണ്ട്. പക്ഷേ ഇവിടെ ഒരു സ്ഥലത്ത് നമ്മൾ വളരെ പിന്നിൽ നിൽക്കുന്നത് അന്തർവാഹിനിയുടെ കാര്യത്തിലാണ്. ഈ അന്തർവാഹിനികളുടെ കാര്യം വരുമ്പോൾ അവിടെയാണ് ഇപ്പോഴും ചൈനയെക്കാളും അമേരിക്കയും റഷ്യയും മുന്നിട്ട് നിൽക്കുന്നത്. കാരണം അമേരിക്കയുടെ കൈവശമുള്ള എല്ലാ അന്തർവാഹിനികളും അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്നതാണ്. അമേരിക്കയുടെ കൈവശം 55ഓളം അന്തർവാഹിനികളുണ്ട്, എല്ലാം അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്നതാണ്. റഷ്യയുടെ കൈവശവും ഏതാണ്ട് 50നോട് അടുപ്പിച്ചുണ്ട്, അതും ഭൂരിഭാഗം അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്നതാണ്. ചൈന ഇക്കാര്യത്തിൽ, ചൈനയ്ക്ക് 60ലധികം ഉണ്ടെങ്കിലും അതിൽ ഈ പലതും പരമ്പരാഗത രീതിയിലുള്ള ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികളാണ്. അതിൽ ചൈന പിന്നിട്ട് നിൽക്കുക. ദൗർഭാഗ്യവശാൽ ഇന്ത്യയുടെ കൈവശം, ഇന്ത്യ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ മൊത്തം 21 അന്തർവാഹിനികൾ മാത്രമാണ്. അത് തീർച്ചയായിട്ടും നമ്മൾ ഈ 3 ശക്തികളുടെയും പിന്നിലാണ്, വ്യക്തമായ രീതിയിൽ വളരെ പിന്നിലാണ്. അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് പ്രോജക്റ്റ് 75, 76, 77. ഈ പ്രോജക്റ്റ് 75ൻ്റെ ഭാഗമായിട്ട് 9 പരമ്പരാഗത ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾ നമ്മൾ നിർമ്മിക്കുക. ആദ്യം 6 നമ്മൾ പറഞ്ഞിരുന്നത്, അതിപ്പോൾ 9 ആകുന്നു. ഇത് ജർമ്മൻ കമ്പനിയായ തൈസൺ ഗ്രൂപ്പ്, ലോകത്തിലെ ഏറ്റവും വലിയ അന്തർവാഹിനി നിർമ്മാതാവാണ്. അവരുടെ ടെക്നോളജിയുടെ സഹായം നമുക്ക് ഇതിനകത്തിലുണ്ട്. നിർമ്മിക്കുന്നത് ഇന്ത്യയിലെ മസഗോൺ ഡോക്കിലാണ്, അതുപോലെ തന്നെ വിശാഖപട്ടണം ഡോക്കിലും ഒക്കെ ആയിട്ടാണ് ഇതെല്ലാം നിർമ്മിക്കുന്നത്. അപ്പോൾ പ്രോജക്റ്റ് 75 ഈ 9 പരമ്പരാഗത അന്തർവാഹിനികൾ, പക്ഷേ അവയ്ക്കെല്ലാം തന്നെ അത്യാധുനിക എയർ ഇൻഡിപെൻഡൻറ്റ് പ്രൊപ്പൽഷൻ എന്ന ടെക്നോളജിയും കൂടി ഉൾപ്പെടുന്നതായിരിക്കും. അതായത് ഏറ്റവും കുറഞ്ഞത് 2 ആഴ്ചയെങ്കിലും ഉപരിതലത്തിൽ വരാതെ സമുദ്രത്തിനടിയിൽ തന്നെ നിലനിൽക്കാനുള്ള ശേഷിയുള്ള അത്തരം അന്തർവാഹിനികളാണത്. ഇതിനുശേഷം അത് 9 എണ്ണമാണ് പ്രോജക്റ്റ് 75. പ്രോജക്റ്റ് 76 6 അന്തർവാഹിനികൾ, പരമ്പരാഗത അന്തർവാഹിനികൾ തന്നെയാണ്, ഡീസൽ ഇലക്ട്രിക് തന്നെയാണ്. പക്ഷേ ഇത് പൂർണ്ണമായിട്ടും ഇന്ത്യ തന്നെ ആയിരിക്കും നിർമ്മിക്കുന്നത്. ഈ പ്രോജക്റ്റ് ഡിസൈൻ അതുപോലെ കൺസ്ട്രക്ഷൻ ഇത് രണ്ടും ഇന്ത്യക്കായിരിക്കും. അത് പ്രകാരം 6 എണ്ണം നിർമ്മിക്കുന്നു. അങ്ങനെ 9 6 14. ഇനി ഉള്ളത് പ്രോജക്റ്റ് 77 ആണ്. ആ 77 അണ്വായുധം കൊണ്ട് പ്രവർത്തിക്കുന്ന അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന 6 അന്തർവാഹിനികൾ. അറ്റാക്ക് SSN എന്ന് പറയും. ഈ അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനികൾ 2 തരത്തിലുണ്ട്. SSN, ഷിപ്പ് സബ്മേഴ്സിബിൾ ന്യൂക്ലിയർ. അത് ബാലിസ്റ്റിക് മിസൈല് കാണില്ല, ക്രൂയിസ് മിസൈലുകളും ടോർപിഡോകളും മറ്റു തരത്തിലുള്ള ആയുധങ്ങളുമൊക്കെ ആയിരിക്കും. അതാണ് SSN. മറ്റൊരു കാറ്റഗറി SSBN. അതിന് സാങ്കേതിക അർത്ഥത്തിൽ സാങ്കേതിക നാമം എന്ന് പറയുന്നത് ഷിപ്പ് സബ്മേഴ്സിബിൾ ബാലിസ്റ്റിക് ന്യൂക്ലിയർ. അത് ബാലിസ്റ്റിക് മിസൈലുകൾ ആണ് അത് വഹിക്കുന്നത്. അത് കൃത്യമായിട്ടും അണ്വായുധങ്ങൾ വഹിക്കുന്ന അന്തർവാഹിനികളാണ്. അത്തരം അന്തർവാഹിനികൾ 4 എണ്ണം ഇപ്പോൾ തന്നെ ഇന്ത്യക്കുണ്ട്. INS അരിഹന്ത്, INS അരിഘാത്, INS അരിനന്ദൻ, പിന്നെ S4. ഈ 4 നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ 3 എണ്ണം നേവിയുടെ ഭാഗമായി കഴിഞ്ഞിട്ടുണ്ട്. S4 എന്ന് പറയുന്നത് സീ ട്രയൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആയുധങ്ങൾ അതുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടില്ല. ഇനി അപ്പോൾ ഇപ്പം ഞാൻ ഈ പറഞ്ഞത് നമ്മുടെ കയ്യിലുള്ള 21 എണ്ണം പ്ലസ് 14 എണ്ണം, അങ്ങനെ 21ഉം 14ഉം 35 എണ്ണം. അത് 2030 ആകുമ്പോഴേക്കും ഏതാണ്ട് 30ഓളം അന്തർവാഹിനി, ഇപ്പോൾ എന്നുള്ള 21ഉം 30ആയിട്ട് ഉയരും. പിന്നെ ഇതിനോടൊപ്പം തന്നെ S5 എന്ന് പറയുന്ന മറ്റൊരു വലിയ SSBN നമ്മൾ നിർമ്മിക്കുന്നു. ഈ SSBN എന്ന് ഞാൻ മുമ്പേ പറഞ്ഞത് ആണ്, അതായത് അണ്വായുധം വഹിക്കുന്ന ബലിസ്റ്റിക് മിസൈലുകളായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഉള്ള അരിഹന്ത് ക്ലാസിനേക്കാൾ വലിയ അന്തർവാഹിനികൾ. അരിഹന്ത് ക്ലാസിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 8,000, 7,000. ആദ്യത്തേത് 2 എണ്ണത്തിന് 5,000 ടണ്ണേ ഉള്ളൂ. അതിനുശേഷമുള്ളത് 7,000 ടണ്ണായി, 7,000, 8,000 ടണ്ണിലേക്ക് വന്നു. പക്ഷേ നിർമ്മിക്കാനിരിക്കുന്ന S5 ക്ലാസ്സിലുള്ളത് അത് 13,000 ടൺ ഭാരമുള്ള
ദീർഘദൂര ആണവ മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ളതായിരിക്കും. അത്തരം ഒരു 10-12 ഒക്കെ മിസൈലുകൾ അതിൽ കാണും. ആ S-5 ഇപ്പോൾ ഇനി ഇന്ത്യ നിർമ്മിക്കാനിരിക്കുന്ന K-6, K-5, K-6 6000 കിലോമീറ്ററും 8000-ലധികം കിലോമീറ്റർ റേഞ്ചുമുള്ള 2 സബ്മറീൻ ലോഞ്ച്ഡ് ബലിസ്റ്റിക് മിസൈൽ SLBM എന്ന് പറയുന്ന 2 മിസൈലുകൾ, 2 തരത്തിലുള്ള മിസൈൽ, 2 എണ്ണമല്ല 10 എണ്ണത്തോളം കാണും ഓരോന്നിനും. അപ്പോൾ അത്തരം മിസൈലുകൾ വഹിക്കുന്ന പിന്നെ ബലിസ്റ്റിക് മിസൈലുകൾ വഹിക്കുന്ന അന്തർവാഹിനികളായിരിക്കും. അപ്പോൾ അതും കൂടി വരുമ്പോഴത്തേക്ക് 40 എണ്ണമാകും. 40 പിന്നീട് നമ്മൾ വീണ്ടും നിർമ്മിക്കുന്ന അങ്ങനെ ഒരു 40-45 ഇപ്പം 2 മിജറ്റ് സബ്മറൈൻ ഓൾറെഡി നിർമ്മിക്കാനായിട്ട്, അത് കുറച്ചുകൂടെ ചെറിയ സബ്മറൈൻ, അതിലായിരിക്കും നമ്മുടെ മാർക്കോസ് എന്ന് പറയുന്ന കമാൻഡോസ് ഒക്കെ അതിലായിരിക്കും. ഏതായാലും 2040 എത്തുമ്പോഴേക്കും ഇന്ത്യക്ക് മൊത്തം 45 അന്തർവാഹിനികൾ എന്നുള്ള ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തും. 2035 തന്നെ 35 അന്തർവാഹിനികൾ നമ്മുടെ സേനയുടെ ഭാഗമാകും. ഇതിൽ ഈ S-5 അതുപോലെ മറ്റ് പലതും ഇപ്പോൾ തന്നെ ഓൾറെഡി പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ ഇന്ത്യൻ മഹാസമുദ്രം അത് ഇന്ത്യയുടെ ബാക്ക്യാർഡ് തന്നെ ആണെന്നുള്ളത്, ഇവിടേക്ക് വിദേശ ശക്തികൾക്ക് പ്രവേശനമില്ല എന്നുള്ളത് ഉറപ്പിക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ നാവികസേന മുഖ്യമായിട്ടും. നമുക്ക് ലോകം കീഴടക്കാനോ മറ്റു രാജ്യങ്ങളെ പോയിട്ട് ശല്യപ്പെടുത്താനോ ഒന്നും ആ രീതിയിലുള്ള ഒരു വാർ ഡോക്ട്രിൻ അല്ല ഇന്ത്യയുടേത്. എന്തായാലും ഈ കാലങ്ങളിൽ ഒരു 10 കൊല്ലത്തിനുള്ളിൽ ഇന്ത്യൻ നാവികസേന, അമേരിക്കയുടെ ആണെങ്കിലും ശരി ചൈനയുടെ ആണെങ്കിലും ശരി, നാവികസേന ഒരു കാരണവശാലും ഇന്ത്യൻ മഹാസമുദ്രത്തിലോട്ട് ഇൻട്രൂഷൻ നടത്തില്ല, നുഴഞ്ഞുകയറ്റം നടത്തില്ല എന്ന് തന്നെ നമുക്ക് ചിന്തിക്കാം. ഇതിനൊക്കെ പുറമെ ഇന്ത്യ ആൻറ്റി സബ്മറൈൻ വാർഫെയർ ഉള്ള P-8 പൊസൈഡൺ വിമാനങ്ങൾ, അതുപോലെ തന്നെ ആൻറ്റി സബ്മറൈൻ വാർഫെയർ നടത്തുന്ന MH-60 ഹെലികോപ്റ്ററുകൾ, ഇതൊക്കെ തന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ഓൾറെഡി. ഇതൊക്കെ തന്നെ നമ്മുടെ കൈവശമുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ നാവികസേനയുടെ കാര്യത്തിൽ വലിയ ശ്രദ്ധയാണ് ഇന്ത്യ കൊടുക്കാൻ പോകുന്നത്. കൂടുതൽ ഇത് സംബന്ധിച്ച വിവരങ്ങൾ പൊതുവിടത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട വിശകലനങ്ങളുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ വീണ്ടും സമീപിക്കാം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.